ആണ് നമ്മുടെ മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തത്. കാര്യം നിങ്ങൾ നോർമലായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് യാതൊരു നിങ്ങൾക്കൊരു യൂഫോറിയോ നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസോ ഒന്നും തോന്നുന്നില്ല, നിങ്ങൾക്ക് പ്ലഷറൊന്നും തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ഡ്രഗ്സ് എടുക്കുന്നു. ഡ്രഗ്സ് എടുക്കുമ്പോൾ അത് ന്യൂറോ ട്രാൻസ്മിറ്ററും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എഫക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂറൽ കെമിസ്ട്രിയെ തന്നെ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഫീലിങ്സിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ നോർമൽ സിസ്റ്റത്തിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഒരു ഡ്രഗ് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതൊരു പ്ലഷറബിൾ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നും. അപ്പോൾ നമുക്ക് അബ്നോർമൽ ആക്കുകയാണ് വേണ്ടത്. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ന്യൂറോ കെമിസ്ട്രിയെ ബാധിക്കുന്നത്? ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ ഡ്രഗുകൾ ഏതൊക്കെ സിസ്റ്റത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. എല്ലാ ഡ്രഗുകളും മസ്തിഷ്കത്തിലേക്ക് കിടക്കുന്നത് ചിലപ്പോൾ സ്മോക്കിംഗ് വഴിയോ അല്ലെങ്കിൽ ഉള്ളിലൂടെ കഴിക്കുക. ഇപ്പോൾ മദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലെടുത്ത് കുടിക്കുക എന്ന് പറയുന്ന കാര്യം വഴിയോ, സ്നോട്ടിംഗ് വഴി മൂക്ക് വഴി വലിച്ചു കയറ്റുകയോ ഏതെങ്കിലും തരത്തിലാണ് നമ്മളിത് ഉള്ളിലേക്ക് കയറ്റുന്നത്. ആ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം മസ്തിഷ്കത്തിലെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഒരു ഡ്രഗ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉന്മാദമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു ഹൈറ്റൻഡ് സ്റ്റേറ്റോ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ മസ്തിഷ്കത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇതെന്തായാലും ഇപ്പോൾ നമ്മൾ സ്മോക്കിംഗ് വഴിയോ അല്ലെങ്കിൽ കുടിക്കുന്നത് വഴിയോ ബ്ലഡ് സ്ട്രീമിലേക്ക് കയറി. ഇനി ഇത് മസ്തിഷ്കത്തിലേക്ക് എത്തണം. മസ്തിഷ്കത്തിലേക്ക് ചുമ്മാ അങ്ങനെ എല്ലാ കാര്യങ്ങളെയും കടത്തിവിടുന്ന ഒരു സ്വഭാവം മസ്തിഷ്കത്തിനില്ല. അവിടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ വസ്തുക്കളെയും കടന്നു പോകില്ല. അപ്പോൾ അതിനെ പാസ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള മോളിക്യൂളുകൾ മാത്രമേ മസ്തിഷ്കത്തിലേക്ക് പോകുള്ളൂ. അപ്പോൾ അത് യൂഷ്വലി ലിപ്പോഫിലിക് ആയിരിക്കും, അല്ലെങ്കിൽ കൊഴുപ്പിൽ സോല്യൂബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനമാണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് മസ്തിഷ്കത്തിലേക്ക് കയറുക. അപ്പോൾ മിക്ക ഡ്രഗ്സ് നോക്കിക്കഴിഞ്ഞാൽ ലിപ്പോഫിലിക് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഓരോ ഡ്രഗും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എങ്ങനെയെങ്കിലുമൊക്കെ കടത്തിക്കൊണ്ട് കൊടുക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഡ്രഗുകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോന്നും ഓരോ സിസ്റ്റത്തിനെയാണ് ഹൈജാക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇതിലൊരു പ്രധാന സിസ്റ്റമാണ് നമ്മുടെ ഡോപ്പമിൻ സിസ്റ്റം എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതാണ് പ്ലഷർ റിവാർഡ് സിസ്റ്റം എന്ന് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ കൊക്കെയിൻ, മെത്താംഫെറ്റമീൻ, നിക്കോട്ടീൻ, അതുപോലെ ആൽക്കഹോൾ, ഇതെല്ലാം ഡോപ്പമിനെ അല്ലെങ്കിൽ നമ്മുടെ പ്ലഷർ മെക്കാനിസത്തിനെ അതിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ന്യൂക്ലിയസ് അക്യുംബസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് ചെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ ഈ ഡോപ്പമീൻ സെക്രീഷൻ കാരണമാണ് നമുക്ക് ഈ ഒരു പ്ലഷർ അല്ലെങ്കിൽ ഒരു റിവാർഡ് മെക്കാനിസം വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് സുഖം തോന്നുന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ സ്ഥിരമായി നമ്മുടെ ഇതിനകത്ത് അങ്ങനെ ബ്രെയിനിൽ ഡോപ്പമീൻ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമുള്ള ഒരു അവസ്ഥ വരൂ അല്ലെങ്കിൽ ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വരൂ എന്നുള്ള രീതിയിലേക്കാവും. ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഡള്ളായിരിക്കും, മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും, പ്ലഷർ ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും. കാര്യം ബ്രെയിനിനകത്ത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഡോപ്പമീൻ, നമ്മുടെ റിവാർഡ് മെക്കാനിസം, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഊർജ്ജം, അതൊക്കെ ബ്രെയിൻ തന്നുകൊണ്ടിരുന്ന ഡോപ്പമീനാണ്. അതിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ഈ പറയുന്നത് പോലെ ആൽക്കഹോളിൽ നിന്നോ നിക്കോട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഡ്രഗ്സിൽ നിന്നോ മെത്താംഫെറ്റമീനിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്ലഷറബിൾ എക്സ്പീരിയൻസ് ആണ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ബ്രെയിൻ വിചാരിക്കുക ഇനി എന്തിന് ഡോപ്പമീൻ, മറ്റേവൻ അതിൽ നിന്ന് എടുത്തോളുമല്ലോ എന്ന്. പക്ഷേ അത് ഒരു വലിയ പ്രശ്നമാണ്. ക്രമേണ നമുക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇല്ലാതെ പറ്റൂല എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നുള്ളതാണ്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു സിസ്റ്റമാണ് സെറോട്ടോണിൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് മൂഡ്, പെർസെപ്ഷൻ, ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഇപ്പോൾ LSDയോ സൈലോസോബിൻ, അതായത് മാജിക് മഷ്റൂം എന്നൊക്കെ പറയുന്ന സാധനം, അല്ലെങ്കിൽ MDMA അല്ലെങ്കിൽ അങ്ങനെയുള്ള സൈക്കഡലിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അഫക്റ്റ് ചെയ്യുന്നത് ഈ സെറോട്ടോണിൻ സിസ്റ്റത്തിനെയാണ്. ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് സെറോട്ടോണിൻ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്ലീറ്റ് ചെയ്തിട്ട് പോയിട്ട് നമ്മുടെ മൂഡൊക്കെ പോവുക, അല്ലെങ്കിൽ ആങ്സൈറ്റി, വെപ്രാളം, ഇതൊക്കെ ഉണ്ടാവുക. ഈ പറയുന്ന അവസ്ഥയിലേക്ക് ഇത് പോകും. വേറെ ഒരു കൂട്ടം ഡ്രഗ് ഉപയോഗിക്കുന്നത് ഗാബ അല്ലെങ്കിൽ ഗ്ലൂട്ടമേറ്റ് സിസ്റ്റത്തിനാണ്. നമ്മുടെ റിലാക്സേഷനുമായിട്ടൊക്കെ ഒരു സെഡേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ പറയുന്ന സിസ്റ്റത്തിനാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ആൽക്കഹോൾ ആയിക്കോട്ടെ, ബെൻസോഡൈസപ്പീൻസ് പോലെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതായത് സെനാക്സ് അല്ലെങ്കിൽ വാലിയം, ഇതുപോലെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നത് ഈ സിസ്റ്റത്തിനെയാണ്. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ലെത്താർജിക് ആയിട്ടുള്ള ഒരു ഫീലും മൂഡ് സ്വിങ്സും അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുള്ളതാണ്. വേറൊരു കൂട്ടം ചെയ്യുന്നത് എൻഡോർഫിൻസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അത് പെയിനും നമ്മുടെ പ്രത്യേകിച്ച് ഈ ഓപ്പിയോയിഡ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് മറ്റൊരു സിസ്റ്റത്തിനാണ് ഉപയോഗിക്കുന്നത്. ഈ ഓപ്പിയോയിഡ്സ് തന്നെ മെഡിക്കൽ പർപ്പസിന് വേണ്ടി ചിലപ്പോൾ പെയിൻ റിലീഫിന് വേണ്ടിയിട്ടോ, ഇപ്പോൾ ടെർമിനൽ സ്റ്റേജ് ക്യാൻസർ ഉള്ളവർക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിൽ കഴിയുന്നവർക്കൊക്കെ പല സ്ഥലത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ മെക്കാനിസം തന്നെ ഹൈജാക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ്. പെയിൻ ആൻഡ് യൂഫോറിയ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ എൻഡോർഫിൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഒരു സൈഡ് എഫക്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ടോളറൻസ് വന്നു കഴിയുമ്പോൾ സിവിയർ ആയിട്ടുള്ള വിഡ്രോയൽ വരും. അപ്പോൾ ഓവർ ഡോസിൻ്റെ റിസ്ക് വരും. കാര്യം ഇത് കൂട്ടി എടുത്താൽ മാത്രമേ ഇവർക്കൊരു കൂടുതലൊരു എഫക്റ്റീവായിട്ട് തോന്നുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല ഇതെല്ലാം ലോങ് ടേം ആയിട്ട് ബ്രെയിനിനെ
ഒരു ന്യൂറോ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ദ ബ്രെയിൻ റെഡ്യൂസസ് ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡക്ഷൻ ഇൻ റെസ്പോൺസ് ടു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ. പിന്നെ നമ്മുടെ തലയിൽ നാച്ചുറലായിട്ടുണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറയും എന്നുള്ളതാണ്. അപ്പോൾ ടോളറൻസ് വന്നു കഴിഞ്ഞാൽ, അതായത് കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇല്ലാതെ പറ്റില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഡിപ്പെൻഡൻസ് വന്നു കഴിഞ്ഞാൽ പോയി, പിന്നെ അതൊരു രോഗാവസ്ഥയാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയി ചികിത്സിക്കേണ്ട ഒരു കാര്യം വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന മെക്കാനിസമുകളിൽ കൂടിയാണ് ഒരു ഡ്രഗ് നമുക്ക് ഈ ഒരു മാദകാനുഭവം തരുന്നത്. അപ്പോൾ ഇനി ഒരു സേഫായിട്ടുള്ള ഒരു ഡ്രഗ് ഉണ്ടാവണമെങ്കിൽ ഒരു സൈഡ് എഫക്റ്റും കാണാൻ പാടില്ല, അഡിക്ഷൻ ഉണ്ടാവാൻ പാടില്ല, ഇത് ഉപയോഗിച്ചിട്ട് നിർത്തിക്കഴിഞ്ഞാൽ വിഡ്രോവൽ ഉണ്ടാവാൻ പാടില്ല, ഇത് ഉപയോഗിക്കുന്നത് വഴി ബാക്കിയുള്ള ഓർഗൻസിനെ ഒന്നും ഡാമേജ് ചെയ്യാൻ പാടില്ല, എല്ലാവരിലും കോമൺ ആയിട്ട് ഒരുപോലെ എഫക്റ്റ് ചെയ്യുകയും വേണം. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന മനസ്സിൻ്റെ താളം തെറ്റിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഏതൊരു കാര്യത്തിനും ദോഷമില്ലാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു കാര്യം കൂടെ പറയാം. ഈ കഫെയിൻ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൈൽഡായിട്ടുള്ള ഒരു ഡ്രഗാണ്, ഒരു റിക്രിയേഷണൽ ഡ്രഗാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ കഫെയിൻ ഉപയോഗിക്കുന്നത് അതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, കുറേ